ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഇക്കായി 1ലുള്ള 2 ചാപ്റ്റേഴ്സും ഇതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇക്കായി 2 പരിശ്രം, ഈ വീഡിയോയില് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗാന്ധിജി കി നമക് കഥ എന്ന കഥയാണ് പഠിക്കാൻ പോകുന്നത്. ഇക്കായി 2 പരിശ്രം, പരിശ്രമിക്കുക. कुछ लोग सफलता के केवल सपने देखते हैं. കുറച്ച് ആളുകള് സഫലതയുടെ കേവൽ സപ്നെ ദേഖ്തേ ഹേ, സ്വപ്നം കാണുക മാത്രമാണ് ചെയ്യുക. ജബ്കി എന്നാൽ അന്യ വ്യക്തി, വേറെ കുറെ ആളുകള് ജാഗ്തേ ഹേ ഓർ കടി മേഹനത് കർത്തേ ഹേ, എണീച്ച് അതിനു വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ഒരു കാര്യം നേടാൻ വേണ്ടി അത് നേടിയതായിട്ട് സ്വപ്നം കണ്ടിരിക്കുക മാത്രമല്ല, അതിനു വേണ്ടി എഴുന്നേറ്റ് പ്രയത്നിക്കുകയും കൂടി വേണം. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണിത്. ഗാന്ധിജിക്ക് നമക് കഥ. ഇവിടെ നമക് എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. നമ്മൾ വീട്ടിലൊക്കെ കറിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഉപ്പില്ലേ, അതേ ഉപ്പ്, അതിനാണ് നമക് എന്ന് പറയുന്നത്. ഗാന്ധിജിക്ക്, ഗാന്ധിജിയുടെ നമക് കഥ, ഉപ്പ് കഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഉദയൻ വാജ്പേയി. നമുക്ക് കഥ വായിച്ചു നോക്കാം. ഏക് രാജാക്കെ തീൻ ബേട്ടിയാൻ ഥി. കഥ പറയുകയാണ്. ഏക് രാജാക്കെ, ഒരു രാജാവിന്, തീൻ ബേട്ടിയാൻ ഥി, 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. तुम चाहो तो उस राजा के 4 बेटियां भी हो सकती है इसी कहानी में. അതായത് കഥ പറയുന്ന ആള് പറയുകയാണ്, ഇപ്പൊ 3 കുട്ടികൾ എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 4 കുട്ടികളും ആവാം. അതായത് തും ചാഹോ തോ, നിങ്ങൾക്ക് വേണമെങ്കിൽ, ഉസ് രാജാക്കി, ആ രാജാവിന്, 4 ബേട്ടിയാം ബി, 4 പെൺകുട്ടികളോ, ഹോ സക്തി ഹേ, ഉണ്ടാവാം, ഇസി കഹാനിമേ, ഇതേ കഥയിൽ. അപ്പൊ കഥയിൽ എത്ര പെൺകുട്ടികളുണ്ട് എന്നുള്ളതല്ല കാര്യമാണ് വരാൻ പോകുന്നത്. രാജാനെ ഉസ്സെ പൂച്ചാ കി വേ ഉനെ കിത്നാ പ്യാർ കർത്തി ഹേ. രാജാനെ ഉസ്സെ പൂച്ച, രാജാവ് ഉസ്സെ, ആരോടാണ്, ആ പെൺകുട്ടികളോട്, പൂച്ച ചോദിച്ചു, കി വേ അവര്, ഉൻഹേ, ഇവിടെ ഉൻഹേ എന്ന് പറഞ്ഞ രാജാവിനെ, കിത്ന പ്യാർ കർത്തി ഹേ, എത്ര സ്നേഹിക്കുന്നു. രാജാവിനെ അവർ ഓരോരുത്തരും എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് രാജാവ് അവരോട് ചോദിച്ചു. പെഹലീനെ കഹ, ആദ്യത്തെ കുട്ടി പറഞ്ഞു, മേ തുമ്മെ ഉത്നാ സാരാ പ്യാർ കർത്തി ഹൂ ജിത്നാ ബഡാ സൂരജ് ഹേ. മേ ഉത്നാ സാരാ പ്യാർ, ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. എത്ര, ജിത്നാ ബഡാ സൂരജ് ഹേ, വലിയ സൂര്യനില്ലേ, അത്രയും കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. ഇത് കേട്ടപ്പോ രാജാവിന് വളരെയധികം സന്തോഷമായി. ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷം കൊണ്ട് സിർ ഹിലാ ദിയ, തലകുലുക്കി. ദൂസരീനെ കഹ, അപ്പോ രണ്ടാമത്തെ പെൺകുട്ടി പറയുകയാണ്, മേ തുമേ ഉത്നാ ചാത്തി ഹൂ ജിത്നെ ചാന്ദ് സിത്താരെ ആസ്മാൻ മേ ഹേ. മേ തുമേ ഉത്നാ ചാത്തി ഹൂ, മേ തുമേ ചാത്തി ഹൂ എന്ന് പറഞ്ഞാലും നിങ്ങളെ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് കാണിക്കുന്നതാണ് ചാത്തി ഹൂ. എനിക്ക് നിങ്ങളെ അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. എത്ര, ജിത്നെ ചാന്ദ് സിത്താരെ ആസ്മാൻ മേ ഹേ, ആകാശത്ത് എത്ര ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടോ അത്രയും കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, സിത്താരെ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, ആസ്മാൻ ആകാശം. രാജാനെ ഖുഷി സെ സിർ ഹിലായ ഓർ തീസറി ബേട്ടി കി തരഫ് ദേഖ. അത് കേട്ടപ്പോഴും രാജാവിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം ഖുഷി സെ സിർ ഹിലായ, സന്തോഷത്തോടെ തലകുലുക്കി. എന്നിട്ട് തീസറി ബേട്ടി കി തരഫ്, മൂന്നാമത്തെ പെൺകുട്ടിയുടെ നേരെ ദേഖ, നോക്കി. തീസറി ചുപ് ഘടീതി, മൂന്നാമത്തെ കുട്ടി ഇവരിതൊക്കെ പറയുമ്പോഴും ചുപ് ഘടീതി, മിണ്ടാതെ നിൽക്കുകയായിരുന്നു.
വഹ് ബോലി, അവൾ പറഞ്ഞു, മേ തുമേ ഖാനെ മേ നമക് ജിത്ന പ്യാർ കർത്തി ഹൂം. ഇപ്പൊ മൂന്നാമത്തെ കുട്ടി വളരെ വ്യത്യസ്തമായ ഒരു ഉത്തരമാണ് രാജാവിന് കൊടുത്തത്. അവൾ പറയുകയാ, മേ തുമേ, ഞാൻ നിങ്ങളെ, ഖാനെ മേ നമക് ജിത്ന, ഒരു ഭക്ഷണത്തിൽ നമക് ജിത്ന, എത്ര ഉപ്പാണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉപ്പ് എത്രത്തോളം അത്യാവശ്യമാണോ, ഉത്ന പ്യാർ കർത്തി ഹൂം, അതുപോലെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ പെൺകുട്ടി പറഞ്ഞത്. കഹാനി ലംബി ചൽത്തി ഹെ, ഈ കഥ അങ്ങനെ ലംബി, നീളത്തെ പോവുകയാണ്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല, കഥ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പെഹലെ രാജാക്കോ യ ജവാബ് പസന്ദ് നഹി ആത്ത, പെഹലെ, ആദ്യം, രാജാക്കോ, രാജാവിന്, യ ജവാബ്, ഈ ഉത്തരം, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം, പസന്ദ് നഹിയാത്ത, പസന്ദ് ഇഷ്ടപ്പെടുക, നഹിയാത്ത എന്ന് പറഞ്ഞാലോ ഇഷ്ടപ്പെട്ടില്ല, പസന്ദ് നഹി ഇഷ്ടപ്പെട്ടില്ല. पर कहानी के अंत में वह राजा खाने में तथा जीवन में नमक के महत्व को समझ जाता है. ഇവിടെ ഈ കഥ മുഴുവനായിട്ട് പറയുന്നില്ല. ഓക്കെ, ഈ ഇങ്ങനെ ഒരു കഥ ഉണ്ട്, ഇതിന്റെ ഒരു തുടക്ക ഭാഗം നമുക്ക് പറഞ്ഞു തന്നിട്ട് ഈ കഥയുടെ അവസാനമായപ്പോഴേക്കും ആ രാജാവിന് മനസ്സിലായി എന്ത്, ഖാനേമേ, ഭക്ഷണത്തിൽ, തഥാ ജീവൻമേ, അതുപോലെ ജീവിതത്തിലും, നമക്കേ മഹത്വക്കോ, നമക്കിന്റെ അല്ലെങ്കിൽ ഉപ്പിന്റെ മഹത്വം സമജാത്ത, മനസ്സിലാകുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളും കൂടി ഈ കഥയിൽ വന്നപ്പോ രാജാവിന് മനസ്സിലായി ഉപ്പ് ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. തബ് അപ്നി ചോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹരായി കോ സമജ്താ ഹൈ, അപ്പോഴാണ് അപ്നി ചോട്ടി ബേട്ടി കെ, തന്റെ ഇളയ പെൺകുട്ടിയുടെ, പ്യാർ കി ഗഹരായി, സ്നേഹത്തിന്റെ ആഴം, ഗഹരായി ആഴം, സമജ്താ ഹൈ, മനസ്സിലായി. അപ്പൊ ആ ഒരു അവസാനത്തില് രാജാവിന് തന്റെ ഇളയ പുത്രിക്ക് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലായി. ധ്യാൻ സെ പഠോ തോ പാओगे कि यह कहानी न तो राजा की है. ധ്യാൻ സെ പഠോ, ശ്രദ്ധിച്ചു വായിച്ചു നോക്കൂ, തോ പാओगे कि, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, യ കഹാനി, ഈ പറഞ്ഞ കഥ, നാ തോ രാജാ കി ഹേ, രാജാവിന്റെ കഥയല്ല, ന ഉസ്കി പസന്ദ് കെ, അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളുടെയും കഥയല്ല, യ കഹാനി ന ഉസ്കി ബേട്ടിയോ കെ ബാരെ മേ ഹേ, അവരുടെ പെൺകുട്ടികളെ പറ്റിയും അല്ല, ന ഉസ്കെ കഹനെ കെ ബാരെ മേ, അതുപോലെ ഉനക്കെ കഹനെ എന്ന് പറഞ്ഞ ആ പെൺകുട്ടികൾ എന്താണോ പറഞ്ഞത് അതിനെ പറ്റിയും അല്ല. പിന്നെയോ, യഹ് നമക് കി കഹാനി ഹേ, ഇത് ഉപ്പിന്റെ കഥയാണ്, നമക് കി കഹാനി, ഉപ്പിന്റെ കഥ. ഇപ്പൊ പറഞ്ഞ ഈ ഒരു കഥ ഉപ്പിന്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ബി ഏക് നമക് കി കഹാനി ലിഖി ഥി. മഹാത്മാഗാന്ധി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, അദ്ദേഹവും ഒരു ഉപ്പിന്റെ കഥ രചിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ മഹാത്മാഗാന്ധി രചിച്ച ആ ഉപ്പിന്റെ കഥയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ വായിച്ച ഭാഗത്തിലുള്ള ചില വാക്കുകളും അതിന്റെ അർത്ഥവും ഒന്നുകൂടി നോക്കിയാലോ. രാജ, രാജാവ്, ബേട്ടിയാം, പുത്രിമാർ, കഹാനി, കഥ, പൂച്ച, ചോദിച്ചു, പ്യാർ, സ്നേഹം, പെഹലി, ആദ്യത്തെ, സൂരജ്, സൂര്യൻ, ഖുഷി, സന്തോഷം, സിർ ഹിലാന, തല കുലുക്കുക, ദൂസരി, രണ്ടാമത്തെ, ചാന്ദ്, ചന്ദ്രൻ, സിതാരെ, നക്ഷത്രങ്ങൾ, ആസ്മാൻ, ആകാശം, തീസ്രി, മൂന്നാമത്തെ, ചുപ്, മിണ്ടാതിരിക്കുക, നമക്, ഉപ്പ്,
ഉപ്പ്. ഖാന ഭക്ഷണം. ചാത്തി ഹൂം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. ലംബി നീളം കൂടിയ. ജവാബ് മറുപടി. പസന്ത് ഇഷ്ടം. അന്ത് അവസാനം. ഖാന ഭക്ഷണം. ജീവൻ ജീവിതം. മഹത്വ പ്രാധാന്യം. സമജ് ജാതാ ഹെ മനസ്സിലാക്കുന്നു. ചോട്ടി ബേട്ടി ഇളയ മകൾ. പ്യാർ സ്നേഹം. ഗഹരായി ആഴം. ധ്യാൻ സെ ശ്രദ്ധയോടെ. പഠോ വായിക്കൂ വായിക്കുക. ബാരേമേ കുറിച്ച്. ബാരേമേ. ലിഖീതി എഴുതിയിരുന്നു. ഇനി നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആ കഥ എന്താണെന്ന് നോക്കണ്ടേ? വായിക്കാം. വഹ് കഹാനി ഉനോനെ ബോൽക്കർ നഹീ ലിഖി. ആ കഥ ഉനോനെ അദ്ദേഹം മഹാത്മാഗാന്ധി ബോൽക്കർ നഹീ ലിഖി കഥ പറഞ്ഞുകൊണ്ടല്ല എഴുതിയത്. വെറുതെ ഒരാളോട് ഒരു കഥ പറഞ്ഞുകൊണ്ട് എഴുതിയതല്ല, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞുകൊണ്ട് രചിച്ച കഥയല്ല. വഹ് കഹാനി ഉനോനെ ആ കഥ അദ്ദേഹം ചൽക്കർ ലിഖി ദി നടന്നുകൊണ്ട് എഴുതിയതാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ട് രചിച്ച കഥയാണ്. വഹ് കഹാനി ഉൻഹോനെ സൈക്കടോ മീൽ ചൽക്കർ ലിഖി ദി. വഹ് കഹാനി ആ കഥ അദ്ദേഹം സൈക്കടോ മീൽ. സൈക്കടോ എന്ന് പറഞ്ഞാൽ വളരെയധികം, കുറേയേറെ എന്നുള്ള അർത്ഥമാണ്. മീൽ എന്ന് പറഞ്ഞാൽ മൈൽ. നമ്മൾ മീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന ഒരളവില്ലേ, അതേപോലെയുള്ള ഒരളവാണ് മൈൽ. അപ്പൊ സൈക്കടോ മൈൽ, കുറേ അധികം മൈൽ. ചൽക്കർ നടന്ന്. ലിഖീതി എഴുതിയതായിരുന്നു. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോ നെ ലിഖി ദി. ആ കഥ ഗാന്ധിജി ഒറ്റയ്ക്ക് രചിച്ചതല്ല, പിന്നെയോ വഹ് ഉൻകെ സാത്ത് ചൽ രഹേ. ഉൻകെ സാത്ത് ഗാന്ധിജിയുടെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെ. ചൽ രഹേ ദേശ് ഭർ കെ നടന്നിട്ടുള്ള. ദേശ് ഭർ കെ മുഴുവൻ രാജ്യത്തിലെയുമുള്ള. ലോഗോനെ ആളുകൾ, അവർ ഒരുമിച്ച്. ലിഖീതി എഴുതിയതാണ്. വേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേസോ ദ്വാരാ കി ജാ രഹി അന്ധാധുന്ദ് ലൂട്ട് സെ ചിന്തിത് ഥേ. ഗാന്ധിജിയുടെ കൂടെ നടക്കാനുണ്ടായിരുന്ന ആളുകള്, അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളൊക്കെ തന്നെ ഹമാരെ ദേശ് മേ നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത്. അംഗ്രേസോ ദ്വാരാ കി ജാ രഹി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പണ്ട് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാര് അടക്കി വാഴുകയായിരുന്നു. അപ്പൊ അവര് നമ്മുടെ ഇന്ത്യക്കാരെ ഒന്നും ശ്രദ്ധിക്കാതെ അവർക്ക് വേണ്ട രീതിയിൽ അവര് ഭരിക്കുകയായിരുന്നു നമ്മുടെ രാജ്യം. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ കാലത്തുള്ള കഥയാണിത്. അപ്പൊ ഈ ഇംഗ്ലീഷുകാര്, അംഗ്രേസോ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാര് ദ്വാര അവര് ചെയ്യുന്ന കാര്യം, അവരെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന അന്ധാധൂൻ ലൂത്ത്. അന്ധാധൂൻ എന്ന് പറഞ്ഞാൽ അന്ധമായിട്ടുള്ള, അവർക്ക് തോന്നിയ പോലെ, ഒരു നിയന്ത്രണവും ഇല്ലാതെ അവർക്ക് ഇഷ്ടമുള്ളത് പോലെ. ലൂട്ട് മോഷണം, നമ്മളെ രാജ്യത്തിനെ കൊള്ളയടിക്കുന്നതില്. ചിന്തിത് ധേ വളരെയധികം വിഷമിച്ചിരുന്നു, അതിലൊക്കെ എല്ലാരും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു, അവരൊക്കെ അതിൽ ടെൻഷൻ ആയിരുന്നു. जो हमारे देश को अंग्रेजों के चंगुल से ചുടാന ചാത്തേതേ. ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഭരണത്തിൽ നിന്ന് ചുടാന ചാത്തേതേ എന്ന് പറഞ്ഞാൽ വിടുവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളായിരുന്നു. ജിനോനെ ഭാരത് ദേശ് കോ നയി തരഹ സെ ചലാനെ കാ സപ്ന ആംഖോ മേ ലിയാ ഥാ. ഈ ആളുകളെ പറ്റി കൂടുതൽ കൂടുതൽ വിവരിക്കുകയാണ്. എന്താ വീണ്ടും പറയുന്നത്? ജിനോനെ ആ ആളുകള്. ഭാരത് ദേശക്കോ ഭാരതത്തിനെ, നമ്മുടെ രാജ്യത്തിനെ. നയി തരസെ നയി പുതിയ, ആ കാലത്തുണ്ടായിരുന്നത് പോലെ ബ്രിട്ടീഷുകാരുടെ
ദുഷ്ടമായ ഭരണമല്ലാതെ പുതിയ രീതിയിൽ നെയ് തരസേ ചലാനേക്ക പുതിയ രീതിയിൽ കൊണ്ടുപോകാനുള്ള സപ്ന സ്വപ്നം ആംഖോമേ കണ്ണിൽ ലിയാധ ഇന്ത്യയെ പുതിയ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള സ്വപ്നങ്ങൾ എപ്പോഴും കണ്ണിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരുന്നു അവരൊക്കെ. മഹാത്മാഗാന്ധിയുടെ കൂടെ നടന്ന് അവർ ഒരുമിച്ച് രചിച്ച കഥയാണ് ഉപ്പിന്റെ കഥ. उन दिनों अंग्रेजों ने भारत में नमक पर टैक्स लगा रखा था. നമുക്കറിയാം, നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിലൊരു ചെറിയ ടാക്സ് എമൗണ്ട് ഉണ്ടാവും അല്ലെ. ബില്ലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ടാക്സ് ഇത്ര ശതമാനം എന്നൊക്കെ. എന്തിനാണ് ഈ ടാക്സ്? ഈ ടാക്സ് ഗവൺമെന്റിലേക്ക് പോവുകയാണ്. അപ്പൊ ഗവൺമെന്റ് നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അവർ ഈ പൈസ ഉപയോഗിക്കും. എന്നാൽ ആ കാലത്ത് ഉപ്പ് സാധാരണയായിട്ട് നമുക്കൊക്കെ വീട്ടില് ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ടിയിരുന്ന ഉപ്പിന് വളരെയധികം ടാക്സ് ചുമത്തുകയാണ് ഇംഗ്ലീഷുകാർ ചെയ്തിരുന്നത്. ടാക്സ് ലഗാ രഖാ ഥാ. ആ ഉപ്പിന്റെ മുകളില് നമക് പർ ടാക്സ് ലഗാ രഖാ ഥാ. ഇസ്സേ നമക് ബഹുത് മെഹംഗാ ഹോ ഗയാ ഥാ. ഈ ടാക്സിന്റെ കാരണം നമക് ബഹുത് മെഹംഗാ. ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം, മെഹങ്ക എക്സ്പെൻസീവ് വില കൂടിയതായി മാറി. ഭയങ്കര വിലയായിരുന്നു ഉപ്പിന്. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. ഉപ്പെന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഈസി ആയിട്ട് സ്വയം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കാര്യമായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. കടയിലൊക്കെ പോയിട്ട് ഇത്രയും വലിയ പൈസ കൊടുത്ത് അത് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അംഗ്രേസോനെ ഇംഗ്ലീഷുകാര് ഭാരത് കെ ലോഗോങ്കോ ഭാരതത്തിലെ ജനങ്ങളെ ഖുദ് നമക് ബനാനേസേ ഖുദ് സ്വന്തമായി നമക് ബനാനേസേ ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് റോക്ക് രഖാദ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഉപ്പ് പോയിട്ട് ഉണ്ടാക്കാനും പാടില്ല, ഇത്രയും വിലയുള്ള ഉപ്പ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും വേണമെന്ന് അവര് പറയുമായിരുന്നു. അഗർ കോയി അപ്നെ ഹി സമുദ്ര കെ പാനി സേ അഥവാ കോയി ആരെങ്കിലും അപ്നെ ഹി സമുദ്ര കെ സ്വന്തമായിട്ട് സമുദ്രത്തിലെ പാനി വെള്ളം സേ വെള്ളത്തിൽ നിന്ന് നമക് ബനാത്ത ഉപ്പുണ്ടാക്കിയാൽ ഉസേ സജ ഹോ സക്തി തി അവർക്ക് കഠിനമായ ശിക്ഷ. സജ എന്ന് പറഞ്ഞ ശിക്ഷയാണ്. അപ്പൊ അവർക്ക് ശിക്ഷയും കിട്ടും. നിങ്ങൾ സമുദ്രജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കാൻ പാടില്ല, ഉപ്പ് അങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് നല്ല ശിക്ഷ കിട്ടും. എന്നിട്ടോ ഉപ്പ് മാർക്കറ്റിൽ നിന്ന് ഇത്രയും വിലക്ക് നിങ്ങൾ വാങ്ങണം എന്നവർ കർശനമായിട്ട് പറയുമായിരുന്നു. अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लगा रखा था. इसका कारण क्या होगा? അപ്പോൾ ആളുകള് സ്വയം ഉപ്പ് ഉണ്ടാക്കാൻ അനുവദിക്കാതിരിക്കുകയും അതുപോലെ തന്നെ വലിയ ടാക്സ് കൊടുത്തിട്ട് ഉപ്പ് വാങ്ങിക്കണം എന്നും പറഞ്ഞതിന് എന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാരണം ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഓരോ ദിവസവും ആളുകൾ ഉപയോഗിക്കുന്ന വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ്. അപ്പോൾ ആളുകൾക്ക് ഇത് വാങ്ങാതിരിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടായിരിക്കണം ഇംഗ്ലീഷുകാർ ഇത് ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? അപ്പൊ ഇതുവരെ വായിച്ച ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച പുതിയ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കിയാലോ? ബോൽക്കർ പറഞ്ഞ്, ചൽക്കർ നടന്ന്. അവര് പറഞ്ഞ് രചിച്ച കഥയല്ല, നടന്ന് രചിച്ച കഥയാണ്. സൈക്കഡോം നൂറുകണക്കിന്, വളരെയധികം. മീൽ മൈൽ. ദേശ് ഭർ രാജ്യത്താകെ. അംഗ്രേസ് ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ. അന്ധാധൂത് അനിയന്ത്രിതമായ അന്ധമായിട്ടുള്ള. ലൂട്ട് കൊള്ള. ചിന്തിത് ആശങ്കപ്പെട്ട. ചങ്കുൽ പിടി. ചുടാന മോചിപ്പിക്കുക. സപ്ന സ്വപ്നം. നമക് ഉപ്പ്. ടാക്സ് നികുതി. മെഹങ്ക വില കൂടിയ. റോഗ് രഖാദ തടഞ്ഞിരുന്നു.
സമുദ്ര സമുദ്രം, സസ ശിക്ഷ. ഈ ചാപ്റ്റർ വലുതായതുകൊണ്ട് ഈ വീഡിയോയ്ക്കും ഒത്തിരി നീളം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി പാർട്ട് 2 വീഡിയോ ആയി ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോരുത്തരും വളരെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.